ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ഒരു ചമ്മന്തി നിങ്ങൾ ഒരു പ്രാവശ്യം ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇതെന്നും ഉണ്ടാക്കും. അത്രയ്ക്ക് ടേസ്റ്റാണ്. പണ്ട് സ്കൂളിലൊക്കെ പോകുന്ന സമയത്ത് ഉണ്ടാക്കുന്നൊരു മിക്ക ആൾക്കാർക്കും അറിയാമായിരിക്കും. എന്നാലും ഞാൻ ഉണ്ടാക്കുന്ന ചമ്മന്തി പോലൊക്കെ ആയിരിക്കത്തില്ല, വേറെ എന്തെങ്കിലുമൊക്കെ ഓരോ നാട്ടിൽ ഓരോ വ്യത്യസ്തത കാണുമല്ലോ. അപ്പോൾ ഞാൻ എങ്ങനെ ഉണ്ടാക്കുന്നത് കാണിച്ചു തരാം കേട്ടോ. എന്ന് ഞാൻ കുറച്ച് വറ്റൽമുളക് എടുത്തിട്ടുണ്ട്. ഇത് ഒരുപാട് എരിയില്ലാത്തതാണ്, കാശ്മീരിയാണ്. അന്നേരം അത് ചാരത്തിട്ട് നമുക്ക് ആ കനലിലിട്ടൊന്ന് ചുടുക. അന്നേരം നമുക്ക് അതൊന്ന് നന്നായിട്ടൊന്ന് ചുട്ടെടുക്കാം. ചില ആൾക്കാരൊക്കെ ഇത് കഴിക്കും. ഞാനൊന്നും അതിൻ്റെ ചാരം ഒന്ന് ജസ്റ്റ് ഒന്ന് കളയത്തതേ ഉള്ളൂ. ഇച്ചിരിയൊക്കെ ചാരം ഇരിക്കുക, അപ്പോൾ അതാണ് ഒരു ടേസ്റ്റ്. അപ്പോൾ ഞാൻ കുറച്ച് കൊച്ചുള്ളി, പുളി, ഇഞ്ചി, പിന്നെ നമ്മൾ ഈ വറ്റൽമുളക് ചുട്ടത്, പിന്നെ കുറച്ച് ഉപ്പും, ഇത്രയാണ് എടുത്തിട്ട്. ചില ആൾക്കാർ വെളുത്തുള്ളി ഇടും, കറിവേപ്പില ഇടും. ഞാനത് ഇട്ടില്ല. നമുക്കന്നേരം മിക്സിയിലാണ് അരയ്ക്കുന്നത്. ഇവിടുത്തെ അരകലെന്ന് വെച്ചാൽ കുഴമ്പി ഭയങ്കര പാടാണ്, എടുത്ത് പൊക്കാൻ പറ്റത്തില്ല, അതേപോലൊക്കെ പാടാം. പക്ഷെ പെട്ടെന്ന് അരഞ്ഞ് കിട്ടും. എന്നാലും ഞാൻ ഇത് മിക്സിയിൽ അങ്ങ് അരയ്ക്കാമെന്ന് വിചാരിച്ചു. എന്നിട്ട് നമ്മൾ ആ എടുത്ത് വെച്ചിരിക്കുന്നതെല്ലാം കൂടെ ചേർത്ത് മിക്സിയിൽ ഒന്ന് അരച്ചെടുക്കാം. കൊച്ചുള്ളി ഇടുമ്പോൾ പ്രത്യേക ഒരു ടേസ്റ്റാണ്. വേണമെങ്കിൽ കൊച്ചുള്ളി നമുക്ക് ഒന്ന് കനലിട്ടൊന്ന് ചൂടാക്കി കഴിഞ്ഞാൽ അതൊരു പ്രത്യേക ഒരു ടേസ്റ്റാണ്. പിന്നെ ഞാനിങ്ങനെയാണ് എടുക്കുന്നത്. പിന്നെ ആവശ്യത്തിന് നമുക്ക് ഉപ്പ് ഇടാം. പിന്നെ കുറച്ച് തേങ്ങയും ഞാൻ വളരെ കുറച്ച് അത്യാവശ്യം എടുത്തിട്ടുണ്ട്, എന്നാലും ആ തേങ്ങയും കൂടി ഇട്ട് കൊടുക്കാം. ഈ തേങ്ങയും വേണമെങ്കിൽ നമുക്ക് ആ കനലൊന്ന് ചുട്ട് കഴിഞ്ഞാൽ നല്ലൊരു അത് നമ്മൾ കുറച്ച് ഇരുമ്പുകൊണ്ട് ഇങ്ങനെ ഒന്ന് കണ്ടിച്ചെടുക്കുക. നമുക്ക് കടലക്കറിക്കൊക്കെ എടുക്കുന്നത് അതേപോലൊക്കെ എടുത്തിട്ട് തിരുമിയ തേങ്ങ നമുക്ക് കനലിൽ ചുടാൻ പറ്റത്തില്ലല്ലോ. നന്നായിട്ട് എടുത്തിട്ടുണ്ട്. ആ ഒരു കൈ കൊണ്ട് നന്നായിട്ടൊന്ന് ഉരുട്ടിയെടുക്കാം. അപ്പോൾ ആ ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ, നല്ല പൊളി ടേസ്റ്റാണ്. ചില ആൾക്കാർ ഇത്തിരി വെളിച്ചെണ്ണയും കൂടെ ഒഴിക്കും. ഞാനത് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടില്ല. ഈ ഒരു ചമ്മന്തി മതി നമുക്ക് ഒരു പറ ചോറ് കഴിക്കാനും. അപ്പോൾ ഇതുപോലൊക്കെ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഉണ്ടാക്കി നോക്കണം കേട്ടോ, നല്ല സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. നിങ്ങളുടെ വിലപ്പെട്ട കമൻറ്റുകൾ രേഖപ്പെടുത്തണം, ഹൈപ്പ് ചെയ്യണം. താങ്ക് യു സോ മച്ച്.